24 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തെ എതിർത്തതിൽ മുതിർന്ന നേതാക്കൾക്ക് തന്നോട് അതൃപ്തി ഉണ്ടായെന്ന് ഏറ്റുമാനൂരിൽ വിജയിച്ച നാട്ടകം സുരേഷ്. താനെടുത്ത നിലപാട് ഇപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞു. കേരള കോൺഗ്രസും വലിയ സംഭവമാണെന്ന് ചില നേതാക്കൾക്ക് തോന്നലുണ്ടെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. വാക്കുകളിലേക്ക്. കേരള കോൺഗ്രസ് വരേണ്ട ഒരു മാണി ഗ്രൂപ്പിന്റെ ഒരു സാഹചര്യവും കോട്ടയത്തില്ല. ഞാൻ എന്റെ ഉറച്ച സ്റ്റാൻഡാണ്. അതിന്റെ പേരിൽ കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് എന്നോട് പിണക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവര് ഏതാണ്ട് വലിയ സംഭവമാണ് എന്നുള്ള നിലയിൽ പലപ്പോഴും കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും അങ്ങനെ ഒരു ഇതുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എന്റെ നിലപാടായിരുന്നു ശരിയെന്നുള്ളത് ഇപ്പം തെളിഞ്ഞില്ലേ? ഒരിടത്തെങ്കിലും അവർക്ക് ജയിക്കാൻ പറ്റുമോ? ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് വിവരങ്ങളുമായി. ടോബി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നാട്ടകം സുരേഷ് VN വാസവനെ തോൽപ്പിച്ച് ഏറ്റുമാനൂരിൽ ജയിക്കുകയും ചെയ്തു. മറുഭാഗത്തുണ്ടായിരുന്ന കേരള കോൺഗ്രസ് എം മത്സരിച്ച ഒരു സീറ്റിലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞതുമില്ല. ചരിത്രത്തിൽ ആദ്യമായി ഒരു ഒറ്റ അംഗത്തെ പോലും നിയമസഭയിലേക്ക് അയക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് കഴിയില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ സ്വാഭാവികമായും UDF-ലേക്ക് വരാൻ കേരള കോൺഗ്രസ് എം നടത്തുന്ന നീക്കങ്ങളെ താനാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തടഞ്ഞത് എന്ന് നാട്ടകം സുരേഷ് പറഞ്ഞതും അതിനിപ്പോൾ അദ്ദേഹം തന്നെ ന്യായീകരിക്കുന്നതും അല്ലേ? തീർച്ചയായിട്ടും GK ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. എന്തായാലും ആദ്യം തന്നെ ഈ ഒരു വിഷയത്തിൽ നമുക്കറിയാവുന്നതുപോലെ കോട്ടയത്ത് കേരള കോൺഗ്രസും തമ്മിലുള്ള ആ ഒരു പോര് തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിന്റെ ഒരു ചരിത്രം തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം. എന്തായാലും ഈ മാണി വിഭാഗം LDF-ലേക്ക് പോയതോടുകൂടിയാണ് കോൺഗ്രസിന് ഒരല്പം ശക്തി വരികയും അവർക്ക് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പാണ് ഈ മാണി കോൺഗ്രസിനെ വീണ്ടും കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നേതൃതലത്തിൽ നടത്തിയത്. നമുക്കറിയാവുന്നതുപോലെ VD സതീശൻ പറഞ്ഞ പ്രധാനപ്പെട്ട വിസ്മയങ്ങളിൽ ഒന്ന് ഈ കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചു കൊണ്ടുവരുന്നത് തന്നെയായിരുന്നു. ആ കാര്യമാണ് ഇപ്പോൾ നാട്ടകം സുരേഷ്, DCC പ്രസിഡന്റ് കൂടിയായിരുന്ന നാട്ടകം സുരേഷ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്ത് KPCC-യിൽ യോഗം ചേർന്നപ്പോൾ താനാണ് ഈ വിഷയത്തിൽ എതിർത്തത്. അന്ന് നേതാക്കൾക്ക് ചിലർക്ക് ഇവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ചില ആലോചനകൾ നടത്തിയിരുന്നു. എന്തിനാണ് അവരെ കൊണ്ടുവരുന്നത് എന്നൊരു ചോദ്യം പോലും താൻ ചോദിച്ചു. അപ്പോൾ ആ നേതാക്കളിൽ ചിലർക്ക് വലിയ അതൃപ്തി തന്നോടുണ്ടായിരുന്നു. പരസ്യമായി തന്നെ ആ അതൃപ്തി തന്നോട് പറയുകയും ചെയ്തു. പാർട്ടിക്കുള്ളിൽ എന്തായാലും താനെടുത്ത ശക്തമായിട്ടുള്ള നിലപാടുകൾ കൊണ്ടാണ് കേരള കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധിക്കാതെ നിന്നത്. അങ്ങനെ അവർ വന്നിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് പോലും കേരള കോൺഗ്രസ് തട്ടിയെടുത്താനേ. എന്തായാലും ഇപ്പോൾ ഈ വിജയം ഉണ്ടായിരിക്കുന്നത് അത് കോൺഗ്രസിനും UDF-നും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള വിജയമാണ്. എന്തായാലും അന്ന് താൻ എടുത്ത തീരുമാനം അത് ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കൾ ഈ മനോഭാവം മാറ്റണം എന്നുള്ള ഒരു നിലപാട് കൂടി നാട്ടകം സുരേഷ് പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്തായാലും പുറത്തു വരാത്ത പല കഥകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ജോബ് മൈക്കിൾ നമ്മളോട് പറഞ്ഞതാണ് UDF-ലേക്ക് പോകാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. ചില ചർച്ചകൾ താഴെത്തട്ടിൽ അണികൾ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അത് നേതൃത്വം ചർച്ചയ്ക്കെടുത്തില്ല. അതുകൊണ്ടാണ് ആ മുന്നണി മാറ്റം നടക്കാതെ പോയതെന്ന് ജോബ് മൈക്കിൾ പറഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നാട്ടകം സുരേഷിന്റെ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.